കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേയറുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിവരങ്ങൾ. രോഹിണി, കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ തീപിടുത്തവുമായി സംബന്ധിച്ച് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് കോർപ്പറേഷൻ മേയറുമായി ചർച്ച നടത്തും. അതായത് ഇവർ പ്രധാനമായും വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം അന്ന് തീപിടുത്തം കഴിഞ്ഞ ഞായറാഴ്ച അടച്ച കടകളാണ്. ഇതിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മറ്റു ഭാഗത്തുള്ള കടകളടക്കം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അത്തരത്തിൽ അടഞ്ഞു കിടക്കുന്ന കടകൾ എന്ന് തുറക്കാൻ സാധിക്കും? മാത്രമല്ല, ഈ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടം, അതിന്റെ കണക്കുകൾ എത്രത്തോളം ഉണ്ട്, എന്ന് അടച്ചിട്ട കടകൾ എന്ന് തുറക്കാൻ കഴിയും? ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മേയറുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയാവുക. മറ്റൊന്ന്, ഇതിൽ പ്രധാനമായും ഈ വ്യാപാരികൾ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കോർപ്പറേഷന്റെ അനുവാദത്തോടു കൂടിയാണ് തങ്ങൾ ആ കെട്ടിടത്തിൽ മറ്റ് നിർമ്മാണങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. ഈ നിർമ്മാണം നടത്തിയതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന് കൃത്യമായി തന്നെ തങ്ങൾ പണം നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വ്യാപാരികൾ ജനൻ ടിവിയോടക്കം വെളിപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ചും പക്ഷേ കോർപ്പറേഷൻ മേയർ ഈ കാര്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കൂടി ഇന്നത്തെ ഈ ചർച്ചയിലൂടെ സാധിക്കും എന്നതാണ്. ഈ എങ്ങനെ തീപിടുത്തം ഉണ്ടായി, ഈ തീപിടുത്തം ഉണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തീപിടിച്ചതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും കാണാമറിയത്താണ്. എന്താണ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. പ്രാഥമികമായ അന്വേഷണം ഈ ഫയർഫോഴ്സിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് 2 ദിവസത്തിനകം തന്നെ കൈമാറും എന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കൃത്യമായി ഈ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോഴും അധികൃതർക്ക് പൊതുജന സമൂഹത്തോട് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്തായാലും ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരിക. മറ്റൊന്ന്, കോർപ്പറേഷൻ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി പ്രാഥമികമായ റിപ്പോർട്ട് കളക്ടർക്ക് നൽകിയിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്നാണ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഒരിക്കൽ കൂടി ഇത് പ്രാഥമികമായ അന്വേഷണം നടത്തിയതിനു ശേഷം ഈ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.